ഇപ്പോൾ കാണുന്നത്. ദിലീപിനെയും കൊണ്ടുള്ള വാഹനം കോടതിയിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ക്യാമറ കണ്ണുകളിൽ രക്ഷപ്പെടാൻ വേണ്ടി കുട ചൂടി കുടയിൽ മറഞ്ഞാണ് ദിലീപ് വാഹനത്തിൽ വന്ന് കയറിയത്. അവിടെ നിന്ന് ഇടവഴിയിലൂടെ നേരെ ആലുവ വഴി നേരെ കോടതിയിലേക്ക് പോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. റിപ്പോർട്ടറിൽ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ കേസിൽ പലതവണ റിപ്പോർട്ടറിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ദിലീപ്. 8 കേസുകളാണ് റിപ്പോർട്ടറിനെതിരെ 8ാമത്തെ പ്രതിയായ ദിലീപും അടക്കമുള്ളവർ കൊടുത്തിരിക്കുന്നത്. എല്ലാ കേസുകളും നേരിടാൻ തന്നെയാണ് റിപ്പോർട്ടറിന്റെ തീരുമാനം. ഒരു നിമിഷവും ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാടിൽ നിന്ന് റിപ്പോർട്ടർ പിന്നാക്കം പോയിട്ടില്ല. ഈ ഘട്ടത്തിലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആ വിധിക്ക് വേണ്ടി തന്നെയാണ്. ആ വിധി വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് കൃത്യം 11 മണിയോടുകൂടി ആ കേസിൽ വിധി വരും. കേസിലെ 8ാം പ്രതിയായ ദിലീപിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം കോടതിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സ്വന്തം സഹപ്രവർത്തകയെ കൊട്ടേഷൻ റേപ്പിന് വിട്ടുകൊടുത്ത ഒരു നടൻ എന്ന നിലയിലാണ് ദിലീപിന്റെ പേരിൽ ഈ കേസ് ചാർജ് ചെയ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഈ കേസിൽ വിധി വരുമ്പോൾ ദിലീപിനും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും 50-50% എന്നുള്ള രീതിയിലാണ് ആത്മവിശ്വാസം. പക്ഷേ പ്രോസിക്യൂഷൻ 100% ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ കേസിൽ തെളിവുകളെല്ലാം തനിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് അതിജീവിതയുടെ പക്ഷത്തിൽ നിന്ന് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്നാൽ തെളിവുകളിൽ ഏതെങ്കിലും തരത്തിൽ കണ്ണികൾ ചേർക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ദിലീപിന് അനുകൂലമാകുമോ എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ദേശീയപാതയിലേക്ക് കടക്കാൻ പോവുകയാണ്. ആലുവയിലൂടെ വാഹനം നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപിന് 8ാമത്തെ പ്രതിയാണ് ദിലീപ്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പ്രേക്ഷകർ കണ്ടതാണ്. ആ വെളിപ്പെടുത്തലുകളെല്ലാം ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത്. ഒരു രാത്രിയിൽ കേരളം വിറങ്ങലിച്ചു നിന്നൊരു രാത്രിയിൽ കേരളത്തിൽ ഏറ്റവും സജീവമായൊരു നഗരത്തിൽ ഏറ്റവും സജീവമായ സമയത്ത് ഒരു കാറിൽ വെച്ച് അതിക്രൂരമായി നടി പീഡിപ്പിക്കപ്പെടുക. ഇപ്പോൾ ആലുവയിലേക്ക് എത്തി അവിടെ നിന്ന് നേരെ ദേശീയപാതയിലേക്ക് കടക്കുകയാണ്. മെട്രോ മുറിച്ച് കടന്ന് വാഹനം പോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പരമാവധി വാഹനങ്ങളുടെ കണ്ണുവെട്ടിച്ചു പോകാൻ മാധ്യമപ്രവർത്തകരുടെ കണ്ണുവെട്ടിച്ചു പോകാനുള്ള ശ്രമമുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകർ പലയിടങ്ങളിൽ നിന്ന് തത്സമയം ഈ വാഹനങ്ങളെ പിന്തുടരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ആകാശ ദൃശ്യങ്ങൾ മറികടക്കാൻ വേണ്ടി കുടയിൽ ദിലീപ് മടങ്ങിയ കാറിലേക്ക് വന്ന് കയറുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാറിലേക്ക് കയറി ദിലീപ് കോടതിയിലേക്ക് പോകുന്നതിൻ്റെ നിമിഷങ്ങളാണ്. നീതി കാത്ത് ഒരു സമൂഹം ഇരിക്കുകയാണ്. നീതി പുലരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളമുള്ളത്. അതിജീവിതയ്ക്കൊപ്പമാണ്. അതിജീവിത കഴിഞ്ഞ 8.5 വർഷമായി കടന്നുപോയ മാനസികാവസ്ഥ, ട്രൊമാറ്റിക് ആയിട്ടുള്ള സാഹചര്യം, ഇതൊന്നും ബോധ്യമാകാതെ ദിലീപിന് വേണ്ടി ഇപ്പോഴും പേനയുണ്ടുന്നവരുണ്ട്, പ്രചരണം നടത്തുന്നവരുണ്ട്. വലിയ രീതിയിലുള്ള കൊട്ടേഷൻ സൈബർ പട തന്നെ ദിലീപിന് വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു. ഇന്നിപ്പോൾ വിധി വന്നു കഴിഞ്ഞാൽ അത് ദിലീപിന് അനുകൂലമാകുമെങ്കിൽ തീർച്ചയായും അത് കേരളം സമൂഹ മാധ്യമങ്ങൾ വഴി ആ പ്രചരണം ഉണ്ടാവും. ഇപ്പോൾ മുബഷീറുണ്ട്. മുബഷീർ, വലിയ ബ്ലോക്കുകളൊന്നും ഇല്ലാതെ വളരെ വേഗം തന്നെ ദിലീപിന് കൊച്ചിയിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. സെഷൻസ് കോടതിയിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. നേരെ ദിലീപ് കോടതിയിലേക്കായിരിക്കുമല്ലോ അല്ലേ മുബഷീർ? അരുൺകുമാർ, നേരെ എറണാകുളം ജില്ലാ കോടതിയിലേക്ക് തന്നെയായിരിക്കും ദിലീപ് പോകുന്നത്. അതിനാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വീട്ടിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും മുഖം തിരിച്ചുവെക്കാൻ, മുഖം മറക്കാൻ വേണ്ടി കുട ചൂടിയാണ് വീട്ടിൽ നിന്നും ദിലീപ് ഇറങ്ങിയത്. നമ്മുടെ ഹെലികാം ദൃശ്യങ്ങളിൽ ദിലീപിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ദിലീപ് വെളുത്ത വസ്ത്രം ധരിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി കുടുംബാംഗങ്ങളോടൊപ്പം സഹോദരൻ അനൂപുണ്ട്. കേസിലെ 15ാം പ്രതിയായിട്ടുള്ള ശരത് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. 2 ഇന്നോവ കാറുകളിലായിട്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ ആലുവ നഗരം ഉൾപ്പെടെ താണ്ടി എറണാകുളത്തേക്ക് എത്തിച്ചേരും, അവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നിലവിൽ. മറ്റു തരത്തിലുള്ള തടസ്സങ്ങളൊന്നും തന്നെയില്ല. ദിലീപ് യാത്ര പുറപ്പെട്ടിരിക്കുന്നു. എന്തായാലും മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാൻ ദിലീപ് തയ്യാറായിട്ടില്ല. പ്രേക്ഷകർക്ക് കാണാം ക്യാമറ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ദിലീപിന്റെ വാഹനത്തിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാധ്യമങ്ങളെ പരമാവധി വെട്ടിച്ചും കടക്കാൻ ശ്രമിക്കുമെന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ, ഡ്രോൺ വിഷ്വൽസ്, ദിലീപുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രോൺ വിഷ്വൽസ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരു കുടയുടെ മറയിലാണ് ദിലീപ് ഈ കാറിലേക്ക് വന്ന് കയറിയത്. അവിടെ നിന്നാണ് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് പോകാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആകാശ ദൃശ്യങ്ങൾ കൊച്ചി നഗരത്തിലേക്ക് ഇപ്പോൾ ദിലീപ് വരുന്നതാണ്. ഇതുപോലെയൊരു മടക്കമുണ്ടാകുമോ എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു വശത്തൂടെ പോകുന്ന തീവണ്ടി, മറുഭാഗത്ത് കോടതിയിലേക്ക് പോകുന്ന ദിലീപിന്റെ കാറും. ഇതേപോലെ ഒരു മടക്കയാത്ര ദിലീപിനുണ്ടാകുമോ? അതല്ല തിരികെ ദിലീപിനെയും കൊണ്ടുപോകുന്ന കാർ മടങ്ങുന്നത് ദിലീപ് ഇല്ലാതെയായിരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകർ
കാണുന്ന ഈ ആകാശ ദൃശ്യങ്ങൾ അബിൻ അജയ് പകർത്തുന്ന ഡ്രോൺ വിഷ്വൽസ് ആണ് പ്രേക്ഷകർ കാണുന്നത്. അബിൻ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട്. ഈ ഡ്രോൺ വിഷ്വൽസ് കൃത്യമായി ദൃശ്യങ്ങൾ ഒപ്പിക്കൊണ്ട് പ്രേക്ഷകർക്കൊപ്പമുണ്ട്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം.